ദൈവത്തിനെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आशीष करे. നമ്മൾ ചിന്തിക്കുന്ന വചനം പുത്രത്വമാണ് ചിന്തിക്കുന്നത്. हम पिछले दिनों में पुत्रत्व के बारे में ദൈവത്തെ ആദ്യം അപ്പാ എന്ന് വിളിച്ചത് നമ്മുടെ യേശു കർത്താവായിരുന്നു. यीशु परमेश्वर पिता को सबसे पहले अब्बा करके पुकारा हुआ यीशु मसीह है. പഴയ നിയമത്തിൽ പിതാക്കന്മാർ പ്രവാചകന്മാർ ദൈവത്തെ പിതാവെന്ന് അതിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിലും യഹൂദന്മാർ ഇസ്രായേൽ മക്കൾ ഒരിക്കലും ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചില്ല. और पुराने नियम में बहुत लोग पिता करके परमेश्वर को पुकारता था, मगर यहूदी लोग कभी भी पिता करके नहीं पुकारते. അവർ ദൈവത്തെ വിളിച്ചത് യഹോവേ യഹോവ എന്നാണ് അവർ ദൈവത്തെ വിളിച്ചത്. ओ परमेश्वर को याहुवे यहोवा करके उसको पुकारता था. അവർ ദൈവത്തെ കണ്ടത് അവരുടെ യജമാനനായിട്ടാണ് അവർ ദൈവത്തെ കണ്ടത്. वो लोग परमेश्वर को एक स्वामी के रूप से देखता था. അവർ ദൈവത്തെ യജമാനനായി കണ്ടതുകൊണ്ട് ദൈവമായിട്ടുള്ള അവിടെ ബന്ധമെന്ന് പറയുന്നത് ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധമായിരുന്നു. वो लोग परमेश्वर को एक स्वामी के रूप से देखता था, इसलिए उनका परमेश्वर के साथ संबंध ऐसा था, एक स्वामी और एक दास का संबंध. എന്താണ് യജമാനും ദാസനും നമ്മൾ ബന്ധമെന്ന് പറയുന്നത്? एक स्वामी और दास का संबंध क्या है? ഒരിക്കലും ദാസന് യജമാനന്റെ അടുക്കിലേക്ക് അടുത്തു വരാൻ പറ്റത്തില്ല. और कभी भी और स्वामी के पास दास को और नजदीक जा नहीं सकता है. ദാസൻ ഒത്തിരി അകന്നു നിൽക്കണം. और दास बहुत दूर रहना चाहिए. ദാസന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. और दास को कोई अपना सलाह हो अभिप्राय हो दे नहीं पाता है. യജമാനൻ പറയും, ദാസൻ അനുസരിക്കണം. और जो कुछ स्वामी बोलता है उसको अनुसरण करना है. നമ്മുടെ ദൈവം ഒരിക്കൽ പർവ്വതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. और परमेश्वर एक बार पर्वत के ऊपर आया. ദൈവം പറയുന്നു, മൃഗമെങ്കിലും മനുഷ്യനെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അവൻ മരണയോഗ്യനാണ്. और परमेश्वर ने इसी प्रकार कहा, चाहे जानवर हो इंसान हो और पर्वत को छूता है तो वो मर जाएगा. ഒരിക്കലും പഴയ നിയമത്തിലെ നമ്മുടെ പിതാക്കന്മാർക്ക് അവർ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചില്ല. അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും അവർ ഇഷ്ടപ്പെട്ടില്ല. क्योंकि पुराने नियम का पूर्व पिता लोग कभी भी और परमेश्वर की आवाज सुनने के लिए प्रभु से सुनने के लिए इच्छा नहीं रखता था. എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ കാണാൻ ഭയപ്പെട്ടത്? അവർ പറയുന്നു, ഞങ്ങൾ ദൈവത്തെ കണ്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. और लोग परमेश्वर को देखने के लिए क्यों इच्छा नहीं रखता? कारण क्या है? उनको मालूम है परमेश्वर को देखने से वो लोग मर जाएगा. അതാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെ പറ്റിയുള്ള വീക്ഷണം എന്ന് പറയുന്നത്. और इसी प्रकार इस्राएल लोगों को उनका नजर उसी प्रकार था परमेश्वर के ऊपर. അവർ അപ്പ എന്ന് വിളിക്കുന്നത് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും മോശയും ഒക്കെയാണ് അവർ അപ്പ എന്ന് വിളിക്കുന്നത്. और इस्राएल लोग अब्बा करके जो पुकारता था वो अब्राहम इसहाक याकूब और मूसा आदि लोगों को अब्बा करके पुकारता था. ഈ സമയത്താണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. उस समय में प्रभु यीशु मसीह धरती पर आया. കാല സമ്പൂർണ്ണത വന്നപ്പോൾ യേശു കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് വരികയാണ്. और जब समय पूरा हो गया तभी प्रभु यीशु मसीह और स्त्री का संतान होकर संसार में आया. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് और यूहन्ना का सुसमाचार उसका 5 अध्याय उसका 18 कलम पढ़ने के समय में അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. वहां पर हम इसी प्रकार पढ़ता है. 5:18 വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം यूहन्ना 5 का 18 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇനി ഹിന്ദിയിൽ വായിച്ചാട്ടെ. इस कारण यहूदी और भी अधिक उसके मार डालने का प्रयत्न करने लगे, क्योंकि वह न केवल शब्द के दिन की विधि को तोड़ता परंतु परमेश्वर को अपना पिता कहकर अपने आप को परमेश्वर के तुल्य भी ठहराता था. യേശുവിന്റെ കൂടെ എപ്പോഴും ഒരു കൂട്ടമുണ്ടായിരുന്നു. यीशु मसीह के साथ बहुत बड़ा एक झुंड था. അവർ നടക്കുന്നത് എന്ത് കുറ്റമാണ് യേശുവിൽ കണ്ടുപിടിക്കുവാൻ പറ്റുന്നത് അത് നോക്കി അവർ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. प्रभु यीशु मसीह के पीछे पीछे पड़े थे, क्योंकि उनके ऊपर क्या गलती है वो पकड़ने के लिए. അപ്പൊ ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, അഭിഷേകമുള്ളവനെ എപ്പോഴും അവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കുറ്റക്കാരനാക്കാൻ നോക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. क्योंकि जिसके ऊपर अभिषेक है उसको ढूंढ कर निकाल कर उसके अंदर का कोई दोष क्या है
और वो ढूंढने के लिए उनके पीछे पड़ने वाला एक झुंड है। അവർ കണ്ടുപിടിച്ച രണ്ട് കുറ്റങ്ങൾ, ഒന്ന് യേശു ശബത്തിനെ ലംഘിച്ചു. और उसने दो गलतियां हम यीशु मसीह में पकड़ा। എന്താണ്? एक तो सबत का दिवस को उसने तोड़ दिया। എന്താണ് ശബത്ത് എന്ന് പറയുന്നത്? ന്യായപ്രമാണത്തിനകത്തുള്ള കൽപ്പനയാണ് ശബത്ത് എന്ന് പറയുന്നത്. और व्यवस्था के अंदर का आज्ञा है। ഇന്ന് രാത്രി എന്റെ അവസാന രാത്രിയാണ് ഈ മെസ്സേജ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. അമ്മേ ശത്രു എന്റെ കൂടെ പറഞ്ഞേ. നോക്കിക്കേ, അപ്പൊ ന്യായപ്രമാണത്തിനകത്തുള്ള ഒരു കൽപ്പനയാണ് ശബത്ത് എന്ന് പറയുന്നത്. ന്യായപ്രമാണം പറയുന്നു മനുഷ്യൻ, സകല മനുഷ്യനും ശബത്തിനെ അനുസരിക്കണം. और 10 आज्ञा में एक आज्ञा था और सबत है, इसलिए सब लोग उस सबत को मानना पड़ता था। ശബത്തിൽ വേല ചെയ്യാൻ പറ്റത്തില്ല. ശബത്തിൽ നടക്കുന്ന ദൂരത്തിന് അതിന് പരിമിതിയുണ്ട്. അങ്ങനെ ശബത്ത് സകല മനുഷ്യനും അനുസരിക്കണം. എന്നാൽ ശബത്തിന്മേൽ അധികാരം ദൈവത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. और सबत का दिवस में कोई काम कर नहीं सकता है, ज्यादा दूर चल नहीं सकता है। और उसी प्रकार शबत के ऊपर कुछ ऐसा प्राबंधी था। യഹൂദന്മാർ യേശുവിനെ ദൈവമായിട്ടും ദൈവത്തിന്റെ പുത്രനായിട്ടും അവർ യേശുവിനെ അംഗീകരിച്ചില്ല. प्रभु यीशु मसीह को कभी वो लोग परमेश्वर का पुत्र होकर परमेश्वर होकर अंगीकार नहीं किया था। പറയുന്നു ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ വേശ്യപുത്രനാണ്, ഇവൻ ദൈവമല്ല, ഇവൻ ദൈവത്തിന്റെ പുത്രനല്ല എന്നാണ് യഹൂദന്മാർ പറയുന്നത്. वो लोग इसी प्रकार कहता था ये सुतार का बेटा है और वेश्या का पुत्र है, ये परमेश्वर नहीं है, इसी प्रकार कहता था. അപ്പൊ യേശുവിനെ അംഗീകരിക്കാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിൽ യേശു ശബത്തിനെ ലംഘിച്ചു. അർത്ഥം യേശു തന്റെ ദൈവത്വം വെളിപ്പെടുത്തി. और प्रभु यीशु मसीह ने उस सबत का दिवस में उसका ईश्वरीय को वहां पर प्रकट किया था. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ അഭിഷേകത്തെ, നിങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഈ തലമുറയിൽ ദൈവം നിങ്ങളുടെ അഭിഷേകത്തെ വെളിപ്പെടുത്തുന്ന ദിവസമായി മാറാൻ പോവുകയാണ്. आज रात्रि परमेश्वर की आत्मा आपको कहना चाहता है, आपको नहीं मानने वाला, नहीं जानने वाला एक लोगों का एक झुंड के बीच में इस पीढ़ी में एक अभिषेक के साथ परमेश्वर ने आपको रखा है. യേശു ശബത്തിനെ ലംഘിച്ചത് അവർക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ആ കാരണത്താൽ അവർ യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. क्योंकि यीशु मसीह सबत को थोड़ा उस दिन और चमत्कार किया, इसलिए यीशु मसीह को मार डालने के लिए कोशिश किया. അവർക്ക് സഹിക്കാൻ കഴിയാതെ പോയ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നു ഇവൻ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചു, പിതാവേ എന്ന് വിളിച്ചു. और दूसरी बात, और प्रभु परमेश्वर को यीशु मसीह ने पिता अब्बा करके पुकारा है. വായിക്കുന്നു, യേശു ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കി തീർക്കുവാനിടയായി തീർന്നു. यहाँ पर इसी प्रकार लिखा है, अब्बा करके पिता करके पुकार कर और पिता परमेश्वर का समानता कर दिया है. അപ്പൊ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നത്, आज परमेश्वर की आत्मा कहते हैं, നിങ്ങൾ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ आप परमेश्वर को अब्बा करके पुकारने से നിങ്ങൾ ദൈവത്തോട് സമമായി മാറുവാനിടയായി തീരും. आप परमेश्वर का बराबर का हो जाएगा. അവർക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ ആഗ്രഹമുണ്ട്. क्योंकि कितना लोगों को आज परमेश्वर को अब्बा करके पुकारने के लिए तैयार है. ഈ രണ്ട് കാരണത്താലാണ് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി അധികമായി ആഗ്രഹിച്ചത്. दो कारण से यीशु मसीह को यहूदी लोग मारने के लिए चाहा था. കാര്യം അതുവരെ അവർ ദൈവത്തെ വിളിച്ചത് യജമാനൻ എന്നായിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് യേശു ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചു. और तब तक यहूदी लोग परमेश्वर को और पिता करके पुकारता था, और अभी यीशु मसीह आकर अब्बा करके पुकारता था, सामी करके पुकारता था. यीशु आकर पिता अब्बा करके पुकारता है. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. और परमेश्वर ने अब्राहम को चुन लिया. ഒത്തിരി വാഗ്ദാനങ്ങൾ, ഒത്തിരി ഓഫറുകൾ കൊടുത്താണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. अब्राहम को बहुत सारे और बहुत सारे आशीष देकर उसको चुन लिया നീ है. എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് മക്കളെ തരാം, ഞാൻ നിനക്ക് മണ്ണ് തരാം. ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുക്കുവാനിടയായി और തീർന്നു. अब्राहम को कहा मेरे साथ आ जाओ, मैं संतानों को दूंगा और कनान देश दूंगा. इसी प्रकार बहुत सारी बातें कहा. അങ്ങനെ അബ്രഹാം ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കേട്ട് ദൈവത്തിന്റെ പുറകെ അബ്രഹാം ഇറങ്ങി തിരിച്ചു. परमेश्वर का वायदा सुनकर अब्राहम और प्रभु का पीछे आ गया. അബ്രഹാം ദൈവത്തിന്റെ കൂടെ പോകുമ്പോൾ നമുക്കറിയാം അബ്രഹാം ദൈവത്തിന്റെ ദാസനായിരുന്നു. अब्राहम प्रभु परमेश्वर का साथ चलने का समय में है, अब्राहम परमेश्वर का दास था. അപ്പൊ ദാസനും യജമാനനും കൂടെ ഒന്നിച്ച് യാത്ര തുടങ്ങി. और यहाँ पर अब्राहम अपने स्वामी के साथ
ये दास होकर निकला है। ഞാൻ പറഞ്ഞല്ലോ എന്താ ദാസന്റെ പ്രത്യേകത? ദാസന് പരിമിതികളുണ്ട്. ദാസന് അവൻ യജമാനുമായിട്ട് ഒത്തിരി അടുക്കാൻ കഴിയത്തില്ല. ഇവിടെ യജമാനനും ദാസനും ഒന്നിച്ച് യാത്ര തുടങ്ങി. हाँ, हम देखते हैं दास और स्वामी दोनों साथ में निकलना शुरू हो गया। मैंने कहा था दास और स्वामी में बहुत अंदर है और नजदीक आ नहीं सकता था। എങ്ങനെയാണ് ഇവർ യാത്ര നടത്തിയത്? ഇവർ സംസാരിച്ചാണ് യാത്ര തുടങ്ങിയത്. किस प्रकार वो आगे बढ़ा है? बातें कर कर आगे निकला है। ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിച്ചു വേണം നിങ്ങൾ ജീവിതം നയിക്കുവാൻ. मगर परमेश्वर की आत्मा चाहता है आप बातें कर आगे बढ़ना है। നമുക്കറിയാം എങ്ങനെയായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്? किस प्रकार एक दूसरे के साथ संबंध पुनर्स्थापना करते हैं? തമ്മിൽ കണ്ടതുകൊണ്ട് ബന്ധമുണ്ടാകത്തില്ല. आपस में मिलने से नहीं होते हैं। ബന്ധം സ്ഥാപിക്കണമെങ്കിൽ സംസാരിക്കണം. और दूसरे के साथ संबंध और चालू करते इसका मतलब उनसे बात करना पड़ेगा, देखना पड़ेगा। എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आता है? ഞാൻ നിങ്ങളെല്ലാം കണ്ടു. हमने सब कुछ देखा, നിങ്ങളെല്ലാവരും എന്നെ കണ്ടു. आप लोग हमें देखा। നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. हमारे साथ ज्यादा रिश्ता तो नहीं है। എന്താ ബന്ധമില്ലാത്തത്? എന്തുകൊണ്ടാണ് ബന്ധമില്ലാത്തത്? क्यों हमारा कोई संबंध नहीं है? നമ്മൾ തമ്മിൽ സംസാരിക്കാത്തത് കൊണ്ടാണ്. क्योंकि हम आपस में बात नहीं करते हैं। അപ്പോൾ തമ്മിൽ സംസാരിച്ചെങ്കിലേ ബന്ധം വർദ്ധിക്കത്തുള്ളൂ. और आपस में बातचीत करने से हमारा रिश्ता बढ़ता है। ഭാര്യയും ഭർത്താവും സംസാരിക്കണം. और पति पत्नी बातें करना है। ആമേൻ. आमीन। പല കുടുംബത്തിലും സംസാരമില്ല. कई सारे परिवारों में बातचीत नहीं चलते हैं അവിടെ ബന്ധങ്ങൾ കാണത്തില്ല. क्योंकि वहां पर कोई एक दूसरे के साथ कोई रिश्ता है ही അപ്പനും नहीं। മക്കളും സംസാരിക്കണം. माँ और बच्चे और बाप के साथ जो बात करना है, സംസാരിച്ചെങ്കിലേ ബന്ധമുണ്ടാകത്തുള്ളൂ. क्योंकि बात करने से वो रिश्ता और चालू ഇവിടെ रहेगा। അബ്രഹാമും ദൈവം കൂടെ സംസാരിച്ചു യാത്ര തുടങ്ങി. हाँ, पर अब्राहम और परमेश्वर के साथ बात करके आगे बढ़ा। ദൈവം അബ്രഹാമിനെ വിളിക്കും, അബ്രഹാമേ. परमेश्वर अब्राहम को पुकारते, हे अब्राहम। അബ്രഹാം വിളിക്കും, എന്തോ? अब्राहम, हाँ प्रभु। അപ്പോൾ ദൈവം സംസാരിക്കും. और तभी परमेश्वर बातचीत करेगा। സംസാരിച്ച് ഇവർ അറിയാതെ അടുത്തടുത്ത് നടക്കാൻ തുടങ്ങി. क्योंकि बातचीत करके नजदीक में चलता रहा था। ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, സംസാരിച്ചാൽ ബന്ധം വർദ്ധിക്കും. परमेश्वर की आत्मा आज रात्रि आपसे बात करता है। उस परमेश्वर के साथ आप बातचीत करने से आपका रिश्ता बढ़ेगा। പല കുടുംബങ്ങളും തകരുന്നത് കുടുംബത്തിൽ സംസാരമില്ലാത്തത് കൊണ്ടാണ്. कई सारे परिवार टूट जाते हैं। इसका कारण क्या है? आपस में बातचीत नहीं करते हैं। ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, നിങ്ങൾ സംസാരിക്കണം. और आज रात्रि परमेश्वर कहता है आप बातचीत करना। നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. आप परमेश्वर से बातचीत करना। നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചെങ്കിലേ നിങ്ങളുടെ ബന്ധം വർദ്ധിക്കത്തുള്ളൂ. आप परमेश्वर से बातचीत करने से आपका रिश्ता बढ़ेगा। നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ और यदि आप परमेश्वर के साथ बातचीत करने का इच्छा नहीं है तो ഒരിക്കലും നിങ്ങളുടെ ബന്ധം വർദ്ധിക്കത്തില്ല. कभी भी आपका रिश्ता आगे नहीं बढ़ेगा। അതുകൊണ്ട് പൗലോസ് പറയുന്നു, അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. और इसलिए पौलुस कहते हैं अन्य भाषा में बात करने वाला परमेश्वर से बात करते അവൻ हैं। തനിക്ക് താൻ ആത്മീയ വർധന वो अपने आप को क्या करता है? उन्नति लाता है। എത്ര പേർക്ക് ആത്മീയ വർധന ഉണ്ടാകാൻ ആഗ്രഹമുണ്ട്? कितने लोगों को आत्मिक उन्नति के लिए इच्छा है? എനിക്കൊരു ആത്മീയ വർധന ഉണ്ടാകണം. और मुझे एक आत्मिक उन्नति चाहिए। എങ്ങനെയാണ് ആത്മീയ വർധന ഉണ്ടാകുന്നത്? किस प्रकार आत्मिक उन्नति चाहिए होता അന്യഭാഷയിൽ है? സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന अन्य വരുത്തുന്നു. भाषा में बात करने वाला अपने आप को क्या करता है? आत्मिक उन्नति को लाता ഇന്ന് है। രാത്രിയിൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അന്യഭാഷകൾ ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾക്കൊരു കൊതിയുണ്ടാകണം. क्योंकि आज परमेश्वर की आत्मा कहते हैं अन्य भाषा में परमेश्वर से बातें करने की इच्छा आपके अंदर हो। ഇവിടെ അബ്രഹാമും ദൈവവും കൂടെ ഒന്നിച്ച് നടക്കാൻ തുടങ്ങി. अब्राहम और परमेश्वर ये दोनों एक साथ चला। ഇവർ സംസാരിച്ച് ഇവർ അടുത്തടുത്ത് നടക്കാൻ തുടങ്ങി. क्योंकि ये बातचीत करके नजदीक में आया। ഇവരുടെ ബന്ധം അങ്ങ് വർദ്ധിച്ചു. इसका संबंध बढ़ गया। ഇവരുടെ ബന്ധം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ और इसका संबंध बढ़ने का कारण से ഇപ്പൊ ദൈവം പറയാണ്, और ये परमेश्वर कहता है അബ്രഹാമേ, എനിക്കിനി നിന്നെ ഒരു ദാസനായി കാണാൻ പറ്റത്തില്ല. और परमेश्वर अब्राहम से कहता है इब्राहिम मैं आपसे एक दास के रूप से देख नहीं നമ്മൾ सकता। ഒത്തിരി അടുത്തുപോയി. क्योंकि हम बहुत नजदीक आ गया। നമ്മൾ ഒത്തിരി അടുത്തുപോയി. हम बहुत निकट आया। നമ്മൾ അറിയാതെ അങ്ങ് അടുത്തുപോയി. हम नहीं जानते ऐसे निकट हो गया। ഇന്ന് രാത്രി ദൈവം പറയാൻ പോവാ, ഞാൻ ഒത്തിരി നീയുമായിട്ട് അങ്ങ് അടുത്തുപോയി. और परमेश्वर आपसे इसी प्रकार कहना है मैं तुम्हारा नजदीक आ गया है। അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, इसलिए गलातियों की पत्री में लिखा है വിശേഷാൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുകയാലും
और परमेश्वर को आपने जाना, परमेश्वर भी आपको जान लिया है। ഇവിടെ വായിക്കുന്നു അറിയാത്തവരങ്ങ് അടുത്തുപോയി. और परमेश्वर भी नहीं जाना है, इतना निकटता में आ गया। അപ്പൊ ദൈവം പറയുകയാണ്, परमेश्वर कहता है ഇനി എനിക്ക് നിന്നെ ഒരു ദാസനായി കാണാൻ കഴിയത്തില്ല. अभी तुमको एक दास के रूप से मैं देख नहीं ഇന്ന് सकता, മുതൽ നീ എന്റെ സ്നേഹിതനാണ്. और आज से तुम मेरा मित्र बन गया എത്ര है। പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में ഇന്ന് आता है? രാത്രിയിൽ ചിലതിന്റെ ബന്ധം ചേഞ്ച് ആകാൻ പോവാണ്. आज रात्रि कुछ लोगों का जो रिश्ता का कुछ और रूपांतर होने वाला है। അതൊരു അസാധ്യമായ കാര്യമാണ്. ओ असंभव बात है, യജമാനനുമായിട്ട് സ്നേഹിതനായി തീരുക. क्योंकि स्वामी के साथ मित्र बन रहा है। നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आते हैं? അതൊരു അസാധാരണ കാര്യമാണ്. वो एक असाधारण बात है। എന്നാൽ ദൈവാത്മ പറയുന്നു, സംസാരിക്കാൻ റെഡിയാണെങ്കിൽ ഒരു അസാധാരണ കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. आज रात्रि परमेश्वर की आत्मा कहते हैं, आप बातचीत करने के लिए तैयार होता है तो एक असाधारण बात आपके जीवन में बन जाएगा। ഇവർ യാത്ര തുടങ്ങിയപ്പോൾ ഇവർ ഒത്തിരി അകന്നാണ് യാത്ര ചെയ്തത്. और जब यात्रा शुरू किया था, दूर से यात्रा किया, യജമാനനും ദാസനുമായിരുന്നു. और एक दास और स्वामी ऐसा ഇവർ संबंध था। സംസാരിച്ച് നടന്ന് बातचीत करके ഇവർ आगे बढ़ते गया, അടുത്ത് നടക്കാൻ തുടങ്ങി. और नजदीक आ गया, ഇപ്പൊ ഒരു ഒത്തിരി അടുത്തു. और अभी बहुत नजदीक आ गया, ഇപ്പൊ ഒരു സ്നേഹിതന്മാരായി മാറി. और अभी दोनों मित्र बन गया है। ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആത്മീയ ലെവൽ ഒന്ന് മാറാൻ? क्योंकि कितने लोगों के जीवन में इच्छा है मेरे जीवन के आत्मिक स्तर थोड़ा बढ़ जाए, ദൈവമായിട്ടുള്ള എന്റെ ബന്ധത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. परमेश्वर के साथ मेरा रिश्ता है और उसमें थोड़ा बदलावट हो जाए। ഇപ്പൊ അബ്രഹാമും ദൈവവും സ്നേഹിതന്മാരായി മാറി. अभी अब्राहम और जो परमेश्वर दोनों मित्र बन गए। അബ്രഹാമും ദൈവവും അടുത്ത് കഴിഞ്ഞപ്പോൾ अब्राहम और उसका जो दोनों जो नजदीक में आ गया है, അബ്രഹാമിന്റെ അടുത്ത ലെവൽ, അബ്രഹാമിന്റെ റെവലേഷൻ മാറി, വെളിപ്പാട് മാറി. और अभी नजदीक परमेश्वर के साथ आने से उनके जीवन में प्रकाशन मिला है। നിങ്ങളുടെ റെവലേഷൻ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? आपके जीवन में प्रकटीकरण प्रकट होने की इच्छा है। ഞാൻ വീണ്ടും ആവർത്തിക്കാം. അബ്രഹാം ഇറങ്ങിയപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ ദാസനായിരുന്നു. अब्राहम परमेश्वर का साथ निकला था, तब इस दास था। അബ്രഹാമിന് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, और अब्राहम के पास एक ही विचार था, എനിക്ക് മക്കളെ കിട്ടും, और मुझे संतान मिल എനിക്ക് जाएगा, കനാൻ ദേശം കിട്ടും. मुझे कनान देश मिल ഇത് जाएगा। മാത്രമാ അബ്രഹാമിന്റെ ആഗ്രഹം. अब्राहम के जीवन की चिंता यही था, അബ്രഹാം ഇറങ്ങിയത് തന്നെ കനാൻ ദേശം കിട്ടുമെന്ന് ഓർത്ത് ഇറങ്ങിയത്. क्योंकि अब्राहम कनान देश की ओर निकला है। അത്രയും വെളിപ്പാടേ അബ്രഹാമിന് ഉണ്ടായിരുന്നുള്ളൂ. अब्राहम के पास केवल इतना ही ഇവിടെ प्रकाशन ഇപ്പോൾ था। അബ്രഹാമിന്റെ റെവലേഷൻ മാറി. अभी अब्राहम का प्रकाशन बदल गया, അബ്രഹാമിന്റെ ബന്ധം ചേഞ്ച് ആയപ്പോൾ और अब्राहम का संबंध परमेश्वर के साथ रिश्ता घनिष्ठ हो गया, അബ്രഹാമിന്റെ റെവലേഷൻ മാറി. और तभी उनका प्रकाशन बदल गया। ഇപ്പൊ അബ്രഹാം പറയാ, अभी अब्राहम क्या कहता है, എനിക്ക് വേണ്ടത് കനാൻ ദേശമല്ല, और मुझे कनान देश का जरूरत പിന്നെ नहीं, എന്താ നിനക്ക് വേണ്ടത്? तुमको क्या जरूरत है? ഇപ്പൊ അബ്രഹാം പറയാ, अभी अब्राहम क्या कहता എനിക്ക് है, കനാൻ ദേശം വേണ്ട, मुझे कनान देश नहीं എനിക്ക് चाहिए, മക്കളല്ല വേണ്ടത്. मुझे बच्चे नहीं ദൈവം चाहिए। ചോദിക്കുക, പിന്നെ എന്താ നിനക്ക് വേണ്ടേ? परमेश्वर पूछ रहा है तुमको क्या चाहिए? അബ്രഹാം പറയാ, अब्राहम क्या कहते ദൈവ हैं, ശില്പിയായി നിർമ്മിച്ചതും परमेश्वर ने नींव डाला हुआ, അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള वो नींव डाला हुआ ഒരു നഗരമുണ്ട്. मेरे लिए एक नगर तैयार किया है। ആമേൻ. आमीन। അത് ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യമായിരുന്നു. ये परमेश्वर के हृदय का रहस्य था। ആ രഹസ്യം എങ്ങനെ അബ്രഹാമിന് മനസ്സിലായി? ये रहस्य अब्राहम को कैसे मालूम पड़ गया? ദൈവം അറിയാതെ സംസാരിച്ച് और परमेश्वर न जानते हुए बातचीत करते തന്റെ രഹസ്യങ്ങൾ और परमेश्वर के रहस्य को അബ്രഹാമിനോട് പറഞ്ഞു പോയി. और अब्राहम से बातचीत किया है। हालेलुया। ഇന്ന് രാത്രിയിൽ ദൈവത്തോട് സംസാരിക്കാൻ റെഡിയാണോ? आज रात्रि परमेश्वर से बातचीत करने के लिए तैयार है, ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ രഹസ്യങ്ങളെ और परमेश्वर का हृदय के अंदर का रहस्य को ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. परमेश्वर आपके लिए प्रकट करेगा। അബ്രഹാമിന്റെ revelation മാറി. अब्राहम के जीवन का प्रकाशन बदल गया, ഇറങ്ങിയപ്പോൾ और जब निकला അബ്രഹാമിന്റെ നോട്ടം अब्राहम का लक्ष्य കനാൻ ദേശമായിരുന്നു. वो कनान देश है। ഇപ്പോൾ അബ്രഹാമിന്റെ നോട്ടം अभी अब्राहम का दर्शन കനാൻ ദേശമല്ല. कनान देश नहीं है। അബ്രഹാം പറയും, अब्राहम ഒരു बोलेगा നിത്യതയുണ്ട്, मेरे लिए एक आनंद जीवन ദൈവം है। ശില്പിച്ച രാജ്യമുണ്ട്. वो परमेश्वर ने बनाया हुआ एक എനിക്ക് राज्य है। മണ്ണിന്റെ നന്മയല്ല വേണ്ടത്, मुझे संसार का मिट्टी का आशीष नहीं चाहिए,
मुझे वो ऊंचे आशीष को भलाई चाहिए, എനിക്ക് രാജ്യം വേണം. मुझे वो राज्य चाहिए. ഇന്ന് രാത്രിയിൽ റെവലേഷൻ ചെയ്താകുന്ന രാത്രിയാ. आज रात्रि आपका जीवन का प्रकाशन बदलने वाला रात्रि होना है. റെവലേഷൻ ചെയ്താൽ आपका प्रकाशन हालिया बदलने से നിന്റെ ജീവിതം മാറി മറിയും. आपका जीवन बदलेगा. ഇപ്പൊ അബ്രഹാമിന്റെ ചിന്ത മുഴുവൻ अभी अब्राहम का चिंता क्या है? ദൈവം ശില്പിയായി നിർമ്മിച്ചതും परमेश्वर ने बनाया हुआ അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരമുണ്ട്. नींव डाला हुआ एक नगर है. ഇപ്പൊ അബ്രഹാമിന് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഒറ്റ ചിന്ത अब्राहम മാത്രമേ के ഉള്ളൂ. जीवन में एक विचार है, ഒരു സ്വർഗരാജ്യമുണ്ട്, और मेरे लिए एक राज्य ഒരു है, രാജ്യമുണ്ട്. मेरे लिए एक राज्य है. അപ്പൊ അബ്രഹാമിന്റെ ചിന്ത ഭൂമി വിട്ട് വിണ്ണിലേക്ക് പോയി. और अब्राहम का चिंता धरती से परमेश्वर के राज्य की ओर गया. അതുകൊണ്ട് അബ്രഹാമിന് ഭൂമിയിൽ നന്മ കിട്ടാതിരുന്നോ? और उसका मतलब अब्राहम को धरती में कुछ नहीं मिला है क्या? അബ്രഹാം കനാൻ ദേശം മാത്രം നോക്കി പോകുമായിരുന്നെങ്കിൽ यदि अब्राहम को केवल कनान देश की ओर उनका दृष्टि लगा के जाता है ആ तो വെളിപ്പാട് കിട്ടത്തില്ലായിരുന്നു. ये प्रकाशन नहीं मिलता था. അപ്പൊ നിത്യതയുടെ വെളിപ്പാട് അബ്രഹാം പ്രാപിച്ചപ്പോൾ क्योंकि अनंत जीवन की जो प्रकाशन उसने पाया तो അബ്രഹാമിന് ആ നന്മയും കിട്ടി, ഭൂമിയിലെ നന്മയും കിട്ടി. अब्राहम को अनंत जीवन का स्वर्ग राज्य का दर्शन और धरती का आशीष भी मिल गया है. ആത്മീയമായും ഭൗതികമായും അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചു. आत्मिक जीवन में और भौतिक बातों में अब्राहम आशीषित पाया. നിങ്ങൾ ഭൗതികമായി മാത്രമല്ല, आप केवल भौतिक बातों में नहीं, ആത്മീയമായും ഭൗതികമായും അനുഗ്രഹം പ്രാപിക്കാൻ പോകുക. आत्मिक और भौतिक दृष्टि से तुम आशीष पाना है. എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोगों के अंदर आनंद ഇന്ന് है? രാത്രി ദൈവാത്മാ പറയുന്നു, आज रात परमेश्वर की आत्मा कहते हैं ബന്ധം ചേഞ്ച് ആകാതെ റെവലേഷൻ മാറത്തില്ല. आपके जीवन का रिश्ता जब तक बदलेगा नहीं, आपके जीवन में स्वर्गीय दर्शन प्राप्त नहीं ഇന്ന് करेगा. രാത്രിയിൽ ബന്ധം ചേഞ്ച് ആകണം. आपका जीवन का रास्ता बदलना है. അതിനെന്ത് ചെയ്യണം? मैं क्या करूं? സംസാരിക്കണം, बातचीत करना, ദൈവത്തോട് സംസാരിക്കണം. परमेश्वर से बातचीत करना, അല്പസമയം കിട്ടി അന്യഭാഷ സംസാരിക്കണം. और थोड़ा समय मिल गया तो अन्य अन्य भाषा में बातचीत करना. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. अब्राहम परमेश्वर का मित्र बन गया. മോസസ് ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. मूसा परमेश्वर का मित्र बन गया. ദൈവം പർവ്വതത്തിലേക്ക് ഇറങ്ങി വരികയാ. और परमेश्वर पर्वत के ऊपर उतर कर आ रहा ദൈവം था. പറഞ്ഞു, ഒരു മനുഷ്യൻ പോലും പർവ്വതത്തെ തൊടരുത്. परमेश्वर ने कहा ये पहाड़ को कोई छूने का नहीं. എന്നാൽ മോശെ നീ പർവ്വതത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. और मूसा को बोला तो पहाड़ के ऊपर चढ़कर आ जाओ. അപ്പൊ എന്റെ ചിന്ത, മോശ മനുഷ്യനല്ലായിരുന്നോ? और मेरे विचार यही है, मूसा मनुष्य नहीं है क्या? മോശ സാധാരണ മനുഷ്യനല്ലായിരുന്നു. और मूसा साधारण व्यक्ति नहीं था, അവൻ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. परमेश्वर का मित्र था. ആമേൻ. आमीन. അവൻ ആ മഹത്വത്തിനകത്തോട്ട് കയറുക. वो परमेश्वर की महिमा के अंदर प्रवेश हो गया. പർവ്വതം പുക കൊണ്ട് നിറഞ്ഞു. वो पहाड़ पूरा धुआं से भर गया. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോ लोग देख रहा था. മോശ നടന്ന് 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 और मूसा चढ़कर चलकर പർവ്വതത്തിലേക്ക് കയറുക, മഹത്വത്തിനകത്തേക്ക്. वो परमेश्वर की महिमा की ओर, पर्वत की ओर वो बढ़ रहा था. മോശ കയറി പോയിട്ട് मूसा आगे बढ़कर തിരിച്ചിറങ്ങി വരുമ്പോൾ बाहर हम वापस आने के समय में അവൻ കയറിയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. पहले जो गया उसी प्रकार वापस नहीं അവന്റെ आया. മുഖം പ്രകാശിക്കാൻ തുടങ്ങി. उनका चेहरा प्रकाशित हो गया അവന്റെ ത്വക്ക് പ്രകാശിക്കുവാൻ തുടങ്ങി. और उसका चमड़ा प्रकाशित हो गया. മോശയുടെ ശരീരത്തിൽ ദൈവത്തിന്റെ തേജസ് വിളങ്ങാൻ തുടങ്ങി. और मूसा का शरीर में परमेश्वर की महिमा प्रकट हो ഈ गया. ഉപവാസം കഴിയുമ്പോൾ ये उपवास पूरा होने के നിന്റെ बाद മുഖത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ പോവാ. आपका चेहरे में परमेश्वर का महिमा प्रकट होना നീ है. ദൈവത്തിന്റെ തേജസ്സിൽ നിറയപ്പെടാൻ आप പോവുകയാണ്. परमेश्वर की महिमा में भरना है. ആമേൻ. आमीन. മോശയുടെ കയ്യിൽ കൽപ്പലകയുണ്ടായിരുന്നു. मूसा का हाथ परमेश्वर का आज्ञा था. ദൈവത്തിന്റെ ന്യായപ്രമാണം തന്റെ കയ്യിലുണ്ടായിരുന്നു. परमेश्वर का व्यवस्था उसके हाथ में था. മോശയുടെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. और मूसा का चेहरे में परमेश्वर का और जो महिमा था. പക്ഷെ ഇവര് പറയുകയാണ്, മോശേ और इसी प्रकार कहते मूसा, ഞങ്ങൾക്ക് നിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. लोग बोलने लगा हमारी और न मत देखे. അവരൊരു തുണി എടുത്ത് മോശയുടെ മുഖത്തെ മറച്ചു. और मूसा का चेहरे को ढक दिया. എന്താ സംഭവിച്ചത്? कारण क्या है? ദൈവത്തിന്റെ തേജസ്സിനെ മറച്ചപ്പോൾ और परमेश्वर की महिमा को ढक दिया. ആ കൽപ്പന അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. परमेश्वर उनका हाथ में दिया हुआ जो आज्ञा का पाटिया है, वो आज्ञा क्या है उसको मालूम नहीं पड़ा. വചനം വായിക്കുന്നു, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം അവിടെ കിടക്കുകയാ.
और पुराना नियम जब भी हम पढ़ता है वो पर्दा वहां पर पड़ा है ന്യായപ്രമാണം ശ്രേഷ്ഠമായിരുന്നു, और व्यवस्था एकदम अति श्रेष्ठ था പക്ഷെ അവർക്ക് ഇത് പ്രയോജനമായി മാറിയില്ല. मगर उनके लिए कोई काम का नहीं बना. എന്താ കാര്യം? അവർ മഹത്വത്തെ മറച്ചു കളഞ്ഞു. कारण क्या है? परमेश्वर की महिमा को उसने और पर्दा डाल दिया. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ऐसा तो परमेश्वर का वचन आप पढ़ने का समय में നിങ്ങൾ ദൈവാത്മാവിൽ വേണം വചനം ചിന്തിക്കുവാൻ. परमेश्वर की आत्मा में वचन मनन करना. ദൈവാത്മാവിനെ കൂടാതെ നിങ്ങൾ വചനം വായിച്ചാൽ और परमेश्वर के आत्मा का बिना आप वचन पढ़ने से നിങ്ങൾക്ക് ഇതൊരു കഥ പോലെ തോന്നും. नहीं तो एक कहानी का रूप से आपको दिखाई देगा. എന്നാൽ ദൈവാത്മാവ് നിങ്ങൾ വചനത്തെ വായിച്ചാൽ നിങ്ങൾക്ക് വചനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ കഴിയും. यदि परमेश्वर की आत्मा में इस वचन पढ़ने से आपको परमेश्वर का सामर्थ शरीर में अनुभव करेगा. എല്ലാവർക്കും വചനത്തിന്റെ ശക്തി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. कितने लोगों को वचन का सामर्थ अनुभव कर सकता है? ആത്മാവുമായിട്ട് ചേർന്ന് വചനത്തെ പഠിക്കുക. क्योंकि ये परमेश्वर की आत्मा के साथ मिलकर वचन पढ़ो. നിങ്ങൾ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. आप वचन का गहराई में उतरो. എങ്ങനെ ഇറങ്ങണം? പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇറങ്ങണം. किस प्रकार उतरना है? पवित्र आत्मा का मदद से उतरना. ആമേൻ. आमीन. പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിങ്ങൾ വചനത്തിന്റെ ആഴത്തിലേക്ക് क्योंकि ഇറങ്ങുക. परमेश्वर की आत्मा के साथ आप वचन में उतरना है. വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവം തുറക്കാൻ പോവാ. वचन का प्रकाशन आपके जीवन में ഈ प्राप्त करना. തലമുറയിൽ വേണ്ടത് വചനത്തിന്റെ വെളിപ്പാടാ വേണ്ടത്. इस पीढ़ी में परमेश्वर चाहते हैं वचन का प्रकाशन. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ഒരു കഥയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കണം. अब्राहम इसहाक का केवल कहानी नहीं है, यीशु मसीह का प्रकाशन को प्राप्त करना. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. अब्राहम परमेश्वर का मित्र था. മോശ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. मूसा परमेश्वर का मित्र था. ഈ കാലഘട്ടത്തിലാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. इसी समय में मसीह यीशु संसार में आया. യേശു 12 പിള്ളേരെ തെരഞ്ഞെടുത്തു. और यीशु मसीह 12 चेलों को चुन लिया. 12 പിള്ളേർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. और 12 चेलों यीशु मसीह के साथ था. ആമേൻ. आमीन. നമ്മളൊക്കെ കണ്ട പത്രോസും യാക്കോബൊക്കെ हमने जो देखा हुआ पत्रोस और याकूब താടി വളർത്തിയ പത്രോസും മുടി പോയ യോഹന്നാനൊക്കെയാ. और दाढ़ी रखा हुआ पत्रोस और बाल गिरा हुआ जो यूहन्ना, इसी प्रकार के लोगों को. നമുക്കറിയാം, നമ്മൾ ആ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ കൂടെ 12 വയസ്സന്മാരിരിക്കുന്ന പടം നമ്മൾ കണ്ടിട്ടുണ്ട്. और यीशु के साथ 12 जो बूढ़े लोग बैठे हुए हमने देखा. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. और मुझे बहुत डाउट था. യേശുവിന്റെ പ്രായം 32 വയസ്സ്. प्रभु यीशु मसीह का ना उम्र 33 उम्र है. യോഹന്നാൻ യേശുവിനെ മാർവോട് ചാരി കിടക്കുന്നു. और यूहन्ना यीशु मसीह का और सीने में सिर लगाकर बैठा है. ഒരു വയസ്സൻ ഒരു ചെറുപ്പക്കാരനെ മാർവി ചാരി കിടക്കുക. और एक उम्र वाला एक और जवान का सीने पर और सिर लगाया है. ഒരിക്കൽ ഒരു തള്ള വന്ന് പറയുക, ഗുരു എന്റെ ഒരു മോനെ ഇടത്തും ഒരു മോനെ വലത്തും ഇരുത്തണം. और एक बार एक माँ आकर इसी प्रकार कहा है, मेरे एक बेटे को तुम्हारे देने, एक बेटे को तुम्हारे बाएं बिठाओ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. और मुझे बहुत अजीब सा ഈ लगा. തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? ये बहन को कोई दूसरा काम नहीं है. ഈ വയസ്സന്മാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. क्योंकि ये उम्र वाले के लिए क्यों हम सिफारिश करना है? യേശുവിന്റെ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റർ മോന്റെ പ്രായമായിരിക്കും. और यीशु मसीह का उम्र हमारा पास्टर का बेटा का उम्र होगा. അമ്മേൻ. आमीन. നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ പ്രായം അറിയാമോ? आपको चैनलों का उम्र मालूम है क्या? ബൈബിളിൽ പറഞ്ഞിട്ടില്ല. बाइबल में लिखा नहीं है. ആമേൻ. യഹൂദ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. यहूदा इतिहास में लिखा है. നിങ്ങൾക്ക് ആമേൻ സ്വതന്ത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. और गूगल में सर्च करने से शायद आपको मिलेगा. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം പത്രോസിനാണ്. और चेलों से सबसे ज्यादा उम्र पत्रोस को है. പത്രോസ് മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. और पत्रोस केवल पत्रोस ही शादी किया है. പത്രോസിന്റെ പ്രായം ചരിത്രം പറയുന്നു 25 വയസ്സ്. और पत्रोस का उम्र बोल रहे 25 उम्र है. ഏറ്റവും പ്രായക്കുറവ് യോഹന്നാനാണ്. और सबसे छोटा यूहन्ना है. യോഹന്നാന്റെ പ്രായം 17 വയസ്സ്. और यूहन्ना का उम्र 17 उम्र है करके बोलता യഹൂദ है. റബിമാര് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ और ये चेलों को चुन लिया. തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരെ തെരഞ്ഞെടുക്കത്തുള്ളൂ. और उनसे छोटे उम्र वाले को यीशु मसीह ने चुना है. യേശുവിന്റെ മാർഗിൽ യോഹന്നാൻ ചാരി കിടക്കുകയാണ്. और यीशु मसीह का सीने में यूहन्ना ऐसे ही सिर रखकर बैठा 17 है. വയസ്സുള്ള യോഹന്നാൻ 17 साल का यूहन्ना 32 വയസ്സുള്ള യേശുവിന്റെ മാർവിൽ ചാരി കിടക്കുകയാണ്. और 32 साल का प्रभु यीशु मसीह का सीने पर सिर लगाकर बैठा है. അങ്ങോട്ട് ചെറുപ്പക്കാര് പിള്ളേരാ കേട്ടോ. और छोटे बच्चे हैं. കർത്താവ് അവരെ തിരഞ്ഞെടുത്തേ. परमेश्वर ने उनको चुन लिया. ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ജോസഫിന്റെ പ്രായം 17 വയസ്സ്. और यूसुफ को परमेश्वर ने चुना था, तभी यूसुफ की उम्र 17 उम्र था. 32ാമത്തെ വയസ്സിൽ ജോസഫ് സെറ്റായി. और 32 उम्र में यूसुफ
റെഡിയായി കൊട്ടാരത്തിൽ രാജാവ് और राजा राजा महल में गया है। ഇന്ന് പകൽ പ്രായം ദൈവത്തിന് വിഷയമല്ല. आपके जीवन का उम्र परमेश्वर के लिए कोई विषय नहीं। നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. परमेश्वर आपको उपयोग कर सकता है। യേശു 12 പിള്ളേരെ തിരഞ്ഞെടുത്തു. प्रभु यीशु मसीह 12 चेलों को चुन लिया। യേശുവിന്റെ കൂടെ നടക്കുകയാ. प्रभु यीशु उनके साथ चल रहा था। യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ और यूहन्ना 15 अध्याय का 15 कलम हम पढ़ते हैं। യേശു അവരോട് പറയുകയാണ്, प्रभु यीशु मसीह ने कहा, എന്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് मेरे पिता से मैंने जो भी सुना है मैं तुमको बताया। ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറയുന്നു. मैं तुम्हारा मित्र कहते हैं। 12 ശിഷ്യന്മാർ ആരായിരുന്നു? और 12 चेल लोग कौन അവർ है? ദൈവത്തിന്റെ ദാസന്മാരായിരുന്നു. परमेश्वर का दास लोग थे। എന്നാൽ യോഹന്നാൻ 15-ൽ യേശു പറയുകയാണ്, मगर यूहन्ना 15 का 15 में इसी प्रकार कहते ഇന്നു हैं, മുതൽ നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. आज से लेकर तुम मेरा दास लोग नहीं है, मेरा मित्र है। ഇവരെങ്ങനെയാ സ്നേഹിതന്മാരായി മാറിയേ? कैसे मित्र बन गए? യേശു പറയുകയാണ്, प्रभु यीशु मसीह ने എന്റെ कहा, പിതാവിനോട് ഞാൻ കേട്ടതെല്ലാം, मेरे पिता से मैंने जो भी बातें सुनी है എന്റെ രഹസ്യങ്ങൾ മുഴുവൻ और मेरा हर रहस्य को ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് और मैं तुमसे बताया, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരായി മാറി. अभी तुम मेरा मित्र है। അബ്രഹാം എങ്ങനെയാ സ്നേഹിതനായി മാറിയത്? अब्राहम किस प्रकार परमेश्वर का मित्र बन गया? ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം, परमेश्वर का हृदय का रहस्य को ദൈവശില്പിയായി നിർമ്മിച്ചൊരു രാജ്യമുണ്ട്. परमेश्वर ने बनाया हुआ एक राज्य ആ है। രഹസ്യം ദൈവം അബ്രഹാമിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ अब्राहम को मिल गया वो रहस्य, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. तभी अब्राहम परमेश्वर का मित्र बन गया। ഇവിടെ യേശു പറയാണ്, प्रभु यीशु कहते हैं, എന്റെ അപ്പനോട് ഞാൻ കേട്ടതെല്ലാം मेरे पिता से जो भी बातें मैं सुनी ഞാൻ है നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് मैंने तुमको बता दिया है, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരായി മാറി. इसलिए तुम मेरा मित्र അപ്പൊ है। യേശു പകൽ പ്രസംഗിച്ചു. प्रभु यीशु मसीह ने क्या प्रचार യേശു किया? വലിയ മീറ്റിംഗുകൾ നടത്തി. प्रभु यीशु मसीह ने बड़ा मीटिंग चलाया। യേശു കർത്താവ് പ്രസംഗിച്ചു. प्रभु यीशु मसीह ने प्रचार किया। യേശുവിന്റെ പ്രസംഗം കേട്ടവരെല്ലാം യേശുവിന്റെ സ്നേഹിതന്മാരായി മാറിയോ? यीशु मसीह का प्रचार सुना हुआ सब लोग यीशु मसीह का मित्र बन गया है क्या? യേശു പറയാ, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. प्रभु यीशु अपने चेलों को कहा, तुम मेरे मित्र हो। 12 പേരോടാ പറഞ്ഞത്, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. 12 लोगों को प्रभु यीशु मसीह ने कहा, तुम मेरे चेले हो। പകൽ മീറ്റിംഗിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. और सुबह का मीटिंग में हजारों का संख्या में लोग അവരോട് आते हैं। ആരോടും പറഞ്ഞില്ല നിങ്ങൾ സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞില്ല. और वो उन किसी को भी यीशु मसीह ने नहीं कहा तुम मेरे मित्र है। എന്തുകൊണ്ടാ പറയാതിരുന്നത്? क्यों परमेश्वर ने कहा? യേശുവിന് 2 സെക്ഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. प्रभु यीशु मसीह का 2 सेशन का मीटिंग था। ഒന്ന് പകൽ സെക്ഷൻ മീറ്റിംഗ്, एक तो सुबह का मीटिंग രണ്ടാമത് സെക്ഷൻ വൈകിട്ട് സെക്ഷൻ മീറ്റിംഗ്. और दूसरा शाम की मीटिंग। ഈ പകൽ സെക്ഷൻ മീറ്റിംഗിന്റെ പ്രത്യേകത, और दिन का मीटिंग का विशेषता क्या है? അവിടെ പറഞ്ഞു 5000 പുരുഷന്മാർ കൂടിയിട്ടുണ്ട്. क्योंकि 5000 पुरुष लोग थे 5000 പുരുഷന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10000 സ്ത്രീകൾ കാണുമായിരിക്കും. और 5000 पुरुष लोग आए तो 10,000 स्त्रियां वहां पर आते हैं 10000 സ്ത്രീ വന്നാൽ ഒരു 5000 പിള്ളേർ കാണും. और 10,000 जो स्त्रियां आए तो कम से कम 5,000 और बच्चे लोग ഒരു होगा 20000 പേര് കൂടുന്ന മീറ്റിംഗുകളാ. कम से कम 25,000 को पकड़ो। യേശു വചനം പ്രസംഗിക്കുന്നു. प्रभु यीशु मसीह वचन प्रचार कर रहे യേശു हैं। എങ്ങനെയാ വചനം പ്രസംഗിക്കുന്നത്? प्रभु यीशु किस प्रकार वचन प्रचार യേശു करते हैं? ഉപമയിൽ കൂടെ പ്രസംഗിച്ചു. प्रभु यीशु मसीह दृष्टांत से प्रचार करता था। യേശു പറഞ്ഞ ഉപമകളിൽ പറയുന്നത് और वचन में इसी प्रकार लिखा है, മനസ്സിലാകുന്ന ഭാഷയിൽ യേശു ഉപമ അവർക്ക് വേണ്ടി പറയുകയാണ്. क्योंकि दृष्टांत के द्वारा उनको समझ में आए ऐसा भाषा में बात करता था। ഉപമ പറയുക മാത്രമല്ല, और दृष्टांत बताया जाए इतना नहीं, മെസ്സേജ് കഴിയുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ നടക്കും അവിടെ. क्योंकि इसके बाद और अद्भुत चंगाई भी देता था। സൗഖ്യം മാത്രമല്ല, വന്നവർക്കെല്ലാം നല്ല ശാപ്പാടും കൊടുക്കും. और इतना भी नहीं चंगाई दे, उतना भी नहीं आए वो सबको भोजन देता था। യേശു ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. प्रभु यीशु मसीह 5 रोटी से 5,000 को एक बार खिलाया നാട്ടിൽ മൊത്തം അറിഞ്ഞു, और सब लोग इसी प्रकार कहा എല്ലാവർക്കും അപ്പം കിട്ടി. और सबको रोटी मिल गया। പിറ്റേ ദിവസം ആൾക്കാർ ഓടി വരും യേശുവിനെ കാണാൻ. और उसका अगले दिन में बहुत सारे लोग दौड़ दौड़ के आते हैं। യേശുവിനെ കാണാനില്ല, യേശുവിനെ കാണാനില്ല. प्रभु यीशु मसीह को नहीं देख रहे അവർ വണ്ടി പിടിച്ച് വള്ളമൊക്കെ പിടിച്ചവർ വരിക യേശുവിനെ കാണാൻ. क्योंकि वो क्या है और बोट लेकर नाव लेकर दूसरे किनारे आ रहा है। എന്നിട്ട് പറയൂ, ഗുരു और तभी प्रभु यीशु ഞങ്ങൾ मसीह को എവിടെയെല്ലാം कहते നിന്നെ തപ്പിന്നറിയാമോ? ओ प्रभु यीशु मसीह हम कहाँ आपको ढूंढ के गए, നിന്നെ കണ്ടില്ല, आपको मिला ही नहीं था। ഇവരെല്ലാം വന്നിരിക്കുക. क्योंकि सब लोग वहां पर पहुंच गए। ശിഷ്യന്മാർ വിചാരിച്ചത്
और चेले लोग क्या सोचा, ഇന്നലത്തെ മെസ്സേജ് അടിപൊളി മെസ്സേജ് ആയിരുന്നു. क्योंकि कल का संदेश बहुत बढ़िया था. ഇവരെല്ലാം മെസ്സേജ് അയക്കാൻ വന്നതാണ്. ये लोग सब संदेश सुनने के लिए आए. യേശുവിന് മനസ്സിലായി प्रभु यीशु मसीह को मालूम पड़ गया, ഇവര് പ്രസംഗം കേൾക്കാൻ വന്നതല്ല, मैंने प्रचार सुनने के लिए नहीं आया, ഇവർ അപ്പം തിന്നാൻ വേണ്ടി വന്നതാണ്. क्योंकि रोटी खाने के लिए आया. ആമേൻ. आमीन. ഇപ്പം യേശു പയ്യെ പ്രസംഗിക്കാൻ തുടങ്ങി. अभी प्रभु यीशु मसीह प्रचार करना शुरू किया ഇവർക്ക് മനസ്സിലായി ഇന്ന് അപ്പം ഒന്നും കിട്ടത്തില്ല. और उनको मालूम पड़ गया आज तो रोटी कुछ मिलने वाला नहीं है. അപ്പം കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ और उसको रोटी नहीं मिलेगा करके मालूम पड़ गया, വന്നവരെല്ലാം തിരിച്ചുപോയി. आए हुए लोग सब चले गए. യേശു പ്രസംഗം കഴിയുമ്പോ प्रभु यीशु मसीह ने प्रचार के बाद തന്റെ മുമ്പിൽ 12 പേര് മാത്രമേ ഉള്ളൂ. और प्रभु यीशु मसीह ने देखा केवल 12 ही लोग യേശു അപ്പം सामने हैं. എടുത്തപ്പോ തിന്നാൻ 5000 പേരുണ്ടായിരുന്നു. प्रभु यीशु मसीह रोटी हाथ में लिया 5000 लोग थे. യേശു വാ തുറന്നപ്പം 12 പേരായി മാറി. प्रभु यीशु मसीह ने अपना मुंह खोला, केवल 12 लोग ही थे. യേശു പറയുക, प्रभु यीशु मसीह ने कहा കണ്ടോ ഇവരെല്ലാവരും പോയി, ये लोग सब चले പത്രോസ് गए, എല്ലാവരും പോയി, ये पत्रोस है सब चले गए, നിങ്ങൾക്കും വേണേ പോകാം. आपको भी जा सकता है. ഇവര് പറയും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേ, और चेले लोग पत्रोस ने बोला हम लोग कहाँ ഞങ്ങൾ जाए, വന്ന് അപ്പം തിന്നാൻ വേണ്ടിയല്ല വന്നത്, क्योंकि हम रोटी खाने के लिए नहीं आया, നിത്യജീവന്റെ മൊഴികൾ നിന്റെ हमें പക്കലുണ്ട്. आनंद जीवन की बात आपके पास है वो ഞങ്ങൾ लेने के लिए അപ്പം आए. തിന്നാൻ വന്നവരല്ല, हम रोटी खाने के लिए नहीं आया, അപ്പത്തേക്കാൾ വലിയ വചനമാണ് നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. क्योंकि रोटी से बढ़कर बहुत बढ़िया वचन आपके मुंह से आते हैं. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വാസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വാസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. ഈ പാട്ട് ഹിന്ദിയിലുണ്ടോ? അടുത്ത ആഴ്ച സുധാൻ ഈ പാട്ട് ഡാൻസ് ചെയ്യും, ഹിന്ദിയിലേക്ക് പാടണം. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പാരനേ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പാരേ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. आनंद जीवन की बात है प्रभु यीशु आप में है, ഞങ്ങൾ അപ്പം കണ്ട് കൂടിയവരല്ല, क्योंकि हम रोटी देखकर आया हुआ लोग ഞങ്ങൾ नहीं है, സൗഖ്യം കണ്ട് കൂടിയവരല്ല, സൗഖ്യം കണ്ട് വന്നവരല്ല, हम ഞങ്ങൾ चंगाई देखकर आया हुआ लोग नहीं है. അതിലും വലുതാ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ उससे വചനം. बढ़कर आपका मुंह से निकलने वाला शब्द वचन. യേശു പകൽ പ്രസംഗിച്ചു, ഉപമയിൽ കൂടെ പ്രസംഗിച്ചു. प्रभु यीशु मसीह दिन में प्रचार किया दृष्टांत के साथ, ഒരു കർഷകന്റെ ഉപമയാ യേശു പറഞ്ഞത്. और एक एक प्रचार है दृष्टांत के रूप से कहा. ഒരു കർഷകൻ വിതയ്ക്കാൻ പോയി, एक किसान बीज बोने के लिए गया, അവൻ വിതച്ചപ്പോൾ ചിലത് മുള്ളിനടിയിൽ വീണു, और कुछ वो बीज बोने का समय कुछ झाड़ियों के बीच में गिरा, ചിലത് വഴിയിൽ വീണു, और कुछ रास्ते के किनारे में गिरा, ചിലത് പാറപ്പുറത്ത് വീണു, कुछ चट्टान के ऊपर गिरा, നിലത്ത് വീണത് 30, 60, 100 മിനി വളം കിട്ടി. और अच्छी जमीन में जो गिरा है और 30, 60, 100 गुना फल मिला है. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? आपने पढ़ा है क्या? യേശു ഉപമകൾ പറഞ്ഞു. प्रभु यीशु मसीह ने दृष्टांत എന്തിനാ बताया. യേശു ഉപമ പറഞ്ഞത്? क्यों दृष्टांत बताया? കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണോ? क्योंकि सुनने वाले को समझ में होने के लिए क्या? യേശു എന്തിനാ ഉപമ പറഞ്ഞേ? क्यों प्रभु यीशु मसीह ने दृष्टांत बताया? കേൾവിക്കാർക്ക് सुनने वाले को മനസ്സിലാകാൻ. और समझ में होने के लिए क्या? പക്ഷെ ബൈബിൾ പറയുന്നത് बाइबल कहते हैं യേശു ഉപമ പറഞ്ഞത് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. प्रभु यीशु उनको समझ में ना आए इसलिए बोला है. നമ്മളൊക്കെ ചിന്തിക്കുന്നത് യേശു ഉപമ പറഞ്ഞത് और प्रभु यीशु मसीह ने दृष्टांत ഇവർക്ക് बताया മനസ്സിലാകാൻ വേണ്ടിയാണെന്നാ. इनको समझ में होने के लिए है क्या? യേശു പറയുകയാണ്, यीशु ने कहा ഞാൻ ഉപമ പറഞ്ഞത് मैं दृष्टांत बताया ഇവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. क्योंकि इनको समझ में ना आए उसके लिए. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാര്യം? ऐसा क्यों बोला है? ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. और लूका 8 का 10, लूका 18 पढ़ो. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ലൂക്കോസ് ലൂക്കോസ് 8:10 മക്കളെ. ഓക്കെ, ഹിന്ദി വായിച്ചാട്ടെ.
उसने कहा, तुमको परमेश्वर के राज्य के भेदों की समझ दी गई है, पर औरों को दृष्टांतों में सुनाया जाता है, इसलिए कि वे देखते हुए भी ना देखे और सुनते हुए भी ना समझे। യേശു ഉപമയിൽ കൂടെ വചനം പ്രസംഗിച്ചു. प्रभु यीशु मसीह दृष्टांत के द्वारा वचन प्रचार किया രോഗികളെ സൗഖ്യമാക്കി. और बीमार लोगों को चंगा किया അവർക്കെല്ലാം കഴിക്കുവാൻ അപ്പവും കൊടുത്തു. और उसके साथ साथ रोटी में दिया. എല്ലാവരും വീട്ടിൽ പോയി. सब लोग घर गए ഈ രാത്രിയിൽ 12 പിള്ളേർക്ക് സ്വസ്ഥതയില്ല. क्योंकि ये रात को 12 चेलों को कोई शांति नहीं है. 9ാമത്തെ വാക്യത്തിൽ അവർ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, और 9 कल में चेले लोग पूछने लगा ഈ ഉപമ എന്ത് എന്ന് അവൻ ചോദിച്ചതിന്. क्योंकि ये दृष्टांत आपने बताया उसका अर्थ थोड़ा बताओ. അമ്മേ, आमीन. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ എന്താണ് ഈ ഉപമ? और चेले लोग पूछने लगे दृष्टांत क्या है, ഇതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है. ഉടനെ യേശു പറയുകയാണ്, प्रभु यीशु कहता है ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടി. क्योंकि परमेश्वर का राज्य का भेदों को समझने के लिए तुमको तो परमेश्वर ने दान दिया है. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? आपको समझ में आता है. ശിഷ്യന്മാർ പറയുകയാണ്, चेले लोग कहते हैं ശിഷ്യന്മാർ പറയുകയാണ്, चेले लोग से कहते हैं ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടി. और परमेश्वर के राज्य के भेदों को समझने के लिए तुमको परमेश्वर ने आशीष दिया है. ശേഷമുള്ളവർക്കോ बाकी बाकी लोगों को കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിന്, और वे देखते हुए नहीं देखे, കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിന് सुनते ഉപമയിൽ हुए കൂടെ. भी ना समझे, उसके लिए. യേശു പകൽ ആ ഉപമയുടെ പൊരുൾ തിരിച്ചു കൊടുത്തോ? और प्रभु यीशु मसीह दिवस में वो दृष्टांत बताया, उसका अर्थ बताया क्या? എപ്പോഴാ അതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തത്? कभी उसका अर्थ बताया है? വൈകിട്ടാ തിരിച്ചു കൊടുത്തത്. शाम को उसको चेले लोगों को अर्थ बताया. ആർക്കാ തിരിച്ചു കൊടുത്തത്? किसको उसका अर्थ समझाया? തന്റെ ശിഷ്യന്മാർക്ക് തിരിച്ചു കൊടുത്തത്. उनके चेले लोगों को अर्थ समझाया. യേശു പറയുകയാണ്, प्रभु यीशु मसीह ने कहा നിങ്ങളുടെ മുത്തുകളെ और तुम्हारा जो और എവിടെ കൊണ്ടിടരുത്? तुम्हारा मोतियों को कहाँ डालना नहीं? सुअर के. പന്നിക്ക് മുത്ത് കണ്ടാൽ അറിയാമോ? और सुअर को ये मोती देखने से कुछ समझ में आता है क्या? നല്ല വില കൂടിയ മുത്ത് പന്നിയുടെ മുമ്പിൽ കൊണ്ടിട്ടാൽ कीमती जो मोतियां हैं അതതിനെ जो उसके सामने सुअर के सामने डालने ആ से उसको ചള്ളക്കകത്ത് അത് താത്തു വെക്കും. उसने क्या किया, कीचड़ में दबा देगा. യേശു പറയാ, നിങ്ങളുടെ മുത്തുകളെ കൊണ്ട് ഇടരുത്. और तुम्हारा कीमती जो चीजों को मोतियों को नहीं डालना सुअर के. യേശു പറയാണ്, प्रभु यीशु ने ഞാൻ कहा വെറുതെ തൊണ്ട പൊട്ടിക്കുന്നില്ല. ഞാൻ വെറുതെ തൊണ്ട പൊട്ടിക്കുന്നില്ല. मैं मेरा गला पूरा खोलना नहीं चाहता. ഒരു പ്രയോജനമില്ല. कितना भी समझाएगा ഇവർ समझ അപ്പം नहीं. തിന്നാൻ വന്നവരാണ്. क्योंकि ये रोटी खाने के लिए आया. ഈ മർമ്മമൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. ये बातें उनको समझ में नहीं അതുകൊണ്ട് आया. യേശു ഉപമ പറഞ്ഞ് അവസാനിപ്പിച്ചു. प्रभु यीशु मसीह ने दृष्टांत बंद कर दिया. എന്നാൽ വൈകിട്ട് ശിഷ്യന്മാർക്ക് ഇതിനെ വെളിപ്പെടുത്തി കൊടുത്തു. क्योंकि रात को 6 लोगों को और उसका खुलासा करके दिया. എന്തിനാ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തേ? क्यों उसको प्रकाशन करके दिया? അവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ വരം കിട്ടിയവരായിരുന്നു. क्योंकि उसको परमेश्वर का राज्यों का भेदों को समझने के लिए परमेश्वर ने उसका और बुद्धि दिया था. എന്നും സൗഖ്യവും വിടുതലും അപ്പവും മാത്രം തിന്ന് നടക്കുന്നവരായി നിങ്ങൾ തീരരുത്. क्योंकि हर रोज चंगाई, छुटकारा, रोटी और ये सब प्राप्त करके चलने वाला होकर चलने के लिए परमेश्वर नहीं चाहते. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ വരം പ്രാപിക്കണം. क्योंकि परमेश्वर का राज्य का भेदों को आप समझना है. വചനത്തിന്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കാൻ ഒരു വരം നിങ്ങൾ പ്രാപിക്കുവാനിടയായി क्योंकि वचन का प्रकाशन को प्राप्त करने के लिए, समझने के लिए परमेश्वर से एक वर मांगना है. ചില ആൾക്കാരുണ്ട് കേട്ടോ, कुछ लोग हैं അവർക്ക് വചനമൊന്നും വേണ്ട. उसको वचन नहीं चाहिए. അവരൊന്ന് ഉറങ്ങിയേക്കിരിക്കും. അവർ ഉറങ്ങിയേക്കിരിക്കും. और वो नींद में ऐसा आधा नींद അവർക്ക് में സൗഖ്യം മാത്രം മതി. उसको केवल चंगाई അവർക്ക് चाहिए. റൊട്ടി മാത്രം മതി. उनको केवल रोटी चाहिए. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, आज रात्रि परमेश्वर की आत्मा कहते हैं ഇന്ന് രാത്രി നിങ്ങൾ വരം പ്രാപിക്കണം. आज रात्रि उस समझने का वार प्राप्त ഈ करें. ഉപവാസ പ്രാർത്ഥനയില് उपवास प्रार्थना में എത്ര പേര് പ്രാർത്ഥിക്കും? कितने लोग प्रार्थना करेगा? കർത്താവേ, എനിക്ക് വരം ഒന്ന് കിട്ടണം. परमेश्वर का आत्मा का वार दान मुझे चाहिए. നിങ്ങളെ ഉറപ്പുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ്. और आपको मजबूत वाला व्यक्ति बनाने वाला परमेश्वर का वचन है. നിങ്ങൾ ആട്ടി ഉലയുന്നവരായി മാറരുത്. आप इधर उधर जो होने वाला और हिलने वाला नहीं होना है. നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി മാറണം. आप विश्वास में
तकड़ा होना है എന്ത് ചെയ്യണം? വചനം നിങ്ങൾ അറിയണം. और उसके लिए क्या है? वचन को जानना है. വചനം അറിയണമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്കും ആ വരം ഒന്ന് തരണം. और ऐसा है तो परमेश्वर से प्रार्थना करे, प्रभु समझने भेदों को समझने के लिए हमें बुद्धि दे. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചിലർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ദൈവം വരം കൊടുക്കാൻ इस പോവുകയാണ്. उपवास प्रार्थना में कुछ लोगों को परमेश्वर का राज्य का भेदों को समझने के लिए प्रभु की आत्मा देगा. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. आप परमेश्वर से प्रार्थना करें. നിങ്ങളുടെ ജ്ഞാനം ദൈവത്തിന് വിഷയമല്ല. और परमेश्वर आपका ज्ञान क्या है परमेश्वर के लिए विषय नहीं. നിങ്ങളുടെ എക്സ്പീരിയൻസ് ദൈവത്തിന് വിഷയമല്ല. आपका जीवन में कितना अनुभव है परमेश्वर के लिए विषय ആ नहीं. വരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, ओ परमेश्वर को उस दान आपके जीवन में प्रकट होने से വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. परमेश्वर वचन का प्रकाशन आपको देगा. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? कितने लोगों को होता है? എനിക്ക് ആ മർമ്മം ഒന്ന് പ്രാപിക്കണം. कितने लोगों के अंदर इच्छा है? എനിക്ക് ആ പുതുനിയമത്തിന്റെ വെളിപ്പാട് പ്രാപിക്കണം. मुझे नया नियम का वरदान चाहिए. എനിക്ക് ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കണം. मुझे मसीह का प्रकाशन चाहिए. യേശുവിന്റെ നാമത്തില് यीशु के नाम से വരം നിങ്ങൾ പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. आज रात में प्राप्त करने वाला रात्रि होने दे. നിങ്ങൾക്ക് പകരുകയാണ്. और परमेश्वर आपको उंडल रहा है. അഭിഷേകത്തെ പകരുകയാണ്. ऐसा आत्मा के अभिषेक को दे रहा है. വചനം നിങ്ങൾക്ക് തുറക്കട്ടെ. वचन का द्वार खोल दिया जाए. ഫൂഡാല ഖമറാം. हालेलुया. എന്റെ പ്രിയരെ, വചനത്തിന്റെ വെളിപ്പാട് തുറന്നാലുണ്ടല്ലോ वचन का द्वार परमेश्वर आपको खोल रहा നിങ്ങൾ है. ശക്തന്മാരായി മാറും. आप सामर्थ्यशाली बने. എത്ര പേർക്ക് കൊതിയുണ്ടത്? कितने लोगों के अंदर इच्छा है? അപ്പൊ ശിഷ്യന്മാർക്കാണ് ആ ദൈവരാജ്യത്തിന്റെ മർമ്മം അറിയാൻ വരം കിട്ടിയത്. और केवल प्रभु यीशु मसीह का चेले लोगों को परमेश्वर का राज्य का भेद को समझने के लिए परमेश्वर की आत्मा दिया है. വരം കിട്ടിയവരെ കാണുമ്പോൾ അറിയാം. ये वर और ये दान जो मिला हुआ व्यक्ति को देखने से मालूम पड़ेगा. വചനം പ്രസംഗിക്കുമ്പോൾ അവർ ഇരിപ്പ് കണ്ടാൽ അറിയാം. वचन प्रचार करने के समय उसका बैठने का तरीका देखने से मालूम पड़ेगा. ആമേൻ. आमीन. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ആ വരം കിട്ടിയിട്ടുണ്ടോ എന്ന്. क्योंकि आपका बैठने का तरीका देखने से मालूम पड़ेगा आपको वो दान और वर परमेश्वर ने दिया है क्या. വചനത്തിന്റെ വരം കിട്ടിയവർക്കുണ്ടല്ലോ, और वचन का जो दान आत्मा का दान मिला ഈ है, വചനം പറയുമ്പോഴുണ്ടല്ലോ इस वचन बोलने के समय में മുഖത്തൊരു ആവേശം ഉണ്ടാകും. उसके अंदर इतना उत्साह होगा. ഇന്നുപോലെ നിങ്ങളെ കൃപ പ്രാപിക്കണം. वो अनुग्रह आपको प्राप्त करना है. രോഗശാന്തി വരം മാത്രം പ്രാപിച്ചാൽ പോരാ. केवल चंगाई का वरदान से नहीं, പ്രവചനം മാത്രം പ്രാപിച്ചാൽ പോരാ. भविष्यवाणी का वरदान से केवल नहीं, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനുള്ള വരം നിങ്ങൾ പ്രാപിക്കണം. परमेश्वर का राज्य का भेदों का समझ प्राप्त करने के लिए. ആമേൻ. आमीन. അപ്പൊ ആ ഉപമയുടെ പൊരുൾ യേശു തിരിച്ചു കൊടുത്തത് ശിഷ്യന്മാർക്കാണ്. प्रभु यीशु मसीह ने जो दृष्टांत का जो भेद और राज्य परमेश्वर का राज्य का भेद चेले लोगों को प्रकट किया है. പകൽ വന്ന ആൾക്കാർക്ക് അതൊന്നും വേണ്ടായിരുന്നു. और दिन में आए हुए लोगों को ये सब नहीं चाहिए थे. അവർ തൃപ്തരായിരുന്നു. वो बहुत तृप्त थे. അവർക്ക് സൗഖ്യവും അപ്പവും उसको മതിയായിരുന്നു. चंगाई छुटकारा ही केवल और रोटी ही चाहिए എന്നാൽ थे. വരം കിട്ടിയവരെ मगर परमेश्वर का वरदान प्राप्त किया है. റൊട്ടി കൊണ്ടും ആമേൻ സ്വതം സൗഖ്യം കൊണ്ടും തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. रोटी और इसी प्रकार की बातों से उनको तृप्त कर नहीं सकता था. അവർക്ക് തൃപ്തി വരണമെങ്കിൽ വചനം കിട്ടണം. उनको तृप्त होने आ तो परमेश्वर का वचन मिलना चाहिए. സന്തോഷമാണോ നിങ്ങൾക്ക്? आपके अंदर आनंद है. യോഹന്നാൻ 15:15 और यूहन्ना 15:15 में യേശു പറഞ്ഞു, प्रभु यीशु मसीह ने നിങ്ങൾ कहा എന്റെ സ്നേഹിതന്മാരാണ്. तुम मेरे मित्र हो. അതെ, യേശു യോഹന്നാൻ 20:17 और वो यीशु मसीह 20:17 में കഴിഞ്ഞ പകൽ പറഞ്ഞു മഗ്ദലക്കാരത്തി മറിയ പ്രത്യക്ഷപ്പെട്ടു. मरियम मगदलिनी को परमेश्वर प्रकट हो गया. യേശുവിന്റെ പ്രത്യക്ഷത മറിയക്കുണ്ടായി. और यीशु मसीह का प्रकाशन और प्रकटीकरण मरियम में हुआ. മറിയ ഓടി വരിക യേശുവിനെ തൊടാൻ വേണ്ടി. और मरियम दौड़ कर प्रभु के पास आए. യേശു പറഞ്ഞു, നീ എന്നെ തൊടരുത്. प्रभु यीशु मसीह को कहा, यीशु मसीह ने कहा तुम मुझे छूने आ नहीं. അടുത്ത വാക്യത്തിൽ പറയുന്നത്, उसका अगला वचन में लिखा है 20:17 നീ ചെന്ന് और तुम जाकर എന്റെ സഹോദരന്മാരോട് പറയണം. क्योंकि मेरे भाइयों को कहना है. 15ാമത്തെ വാക്യത്തിൽ 15:15 പറഞ്ഞു, 15 में इसी प्रकार कहते हैं, പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. पत्रोस याकूब यूहन्ना तुम मेरा मित्र है. 20:17 പറയുകയാണ്, और 20:17 में इसी प्रकार कहते हैं, മറിയേ, അവർ എന്റെ സ്നേഹിതന്മാരല്ല, അവർ എന്റെ സഹോദരന്മാരാണ്. और मरियम वो मेरा मित्र नहीं है, ये मेरा भाई है. അടുത്ത ബന്ധത്തിലേക്ക് കയറി.
क्योंकि मित्र से बढ़कर भाई का रिश्ते में आ गया, രക്തബന്ധത്തിലേക്ക് കയറി, क्योंकि खून का रिश्ते में आ ഒരു गया, കുടുംബ ബന്ധത്തിലേക്ക് വന്നു. पारिवारिक रिश्ते में आ गया, ദാസൻ സ്നേഹിതനായി, और दास एक मित्र बन गया, ഇപ്പോ സ്നേഹിതൻ സഹോദരനായി മാറി. और मित्र क्या है, भाई बन गया. എങ്ങനെയാ സഹോദരനായി മാറിയേ? किस प्रकार भाई बन गया? യോഹന്നാൻ 19 ക്രൂശ് മരണം. और यूहन्ना 19 अध्याय में हम देखते हैं यीशु मसीह का क्रूस का मृत्यु, ക്രൂശ് മരണത്തോടു കൂടെ यीशु मसीह का क्रूस का मृत्यु का कारण से ബന്ധം മാറി. और रिश्ता बदल गया. ഇപ്പോ യേശു പറയുക അവരെന്റെ സഹോദരന്മാരാണ്. प्रभु यीशु बोलते हैं ये मेरे भाई लोग हैं. എത്ര നമുക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട് कितने लोगों के अंदर इच्छा है आज ആ സഹോദര ബന്ധത്തിലേക്ക്? उस भाई का रिश्ते में, സ്നേഹിതനേക്കാൾ വലുതാ പ്രിയരെ സഹോദരൻ. और मित्र से बढ़कर भाई है. ആമേൻ. आमेन. നിങ്ങൾക്ക് ആരായി മാറണം? आपके अंदर इच्छा है, ദാസനാകണോ? आपको दास बनना है, സ്നേഹിതനാകണോ?